ഹായ് ഗായ്സ്. സോ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അഡിയോസ് അമീഗോ എന്ന മലയാള ചിത്രത്തിൻ്റെ ട്രെയിലർ റിയാക്ഷനാണ്. ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമ്മൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന വരാനിരിക്കുന്ന ചിത്രം. ഇതിൻ്റെ സംവിധായകൻ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. നവാഗത സംവിധായകനാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമ്മൂട് എന്നിവരാണ് പ്രധാന പേരുകൾ ഈ പടത്തിൽ. അപ്പോൾ അവരുടെ ത്രൂ ഔട്ട് അവർ തന്നെയായിരിക്കും കഥ കൊണ്ടുപോകുന്നത്. അവരുടെ കഥയാണ്, അവർ രണ്ടുപേരുടെയും കഥയാണിത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആസിഫ് അലിയുടെ റീസെൻ്റ്ലി കടന്നുപോയ ചില കോൺട്രിവേഴ്സീസും കാര്യങ്ങളോടൊക്കെ അനുബന്ധിച്ച്, അതൊരു കോൺട്രിവേഴ്സി ഒന്നുമല്ല, സോ കോൾഡ് കോൺട്രിവേഴ്സി വിത്ത് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ എന്നൊക്കെ പറയുന്ന. അപ്പോൾ അതിനകത്ത് എടുത്തിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് ആസിഫ് അലി തലങ്ങും വിലങ്ങും ആരാധകരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വേളയിൽ ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പുതിയ പടം ഇറങ്ങുകയാണ്. അപ്പോൾ ആസിഫ് അലി എന്നെയും ഒരു ചെറിയ ആരാധകനാക്കി മാറ്റി. ആസിഫ് അലിയുടെ ആരാധകനാണ് ഞാൻ പണ്ട്. ആസിഫ് അലി നല്ലൊരു നടനാണ്. പക്ഷേ ആസിഫ് അലി ഒന്നുകൂടി ആൾക്കാരെ ആസിഫ് അലി ആരാണെന്നും ആസിഫ് അലിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആസിഫ് അലി പുറത്തു വരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഒരുപാട് ആസിഫ് അലിയെ സ്നേഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഫീൽ ഗുഡ് പടമായിട്ടാണ് തോന്നുന്നത്. ആസിഫ് അലിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് ആസിഫ് അലിയുടെ കഥാപാത്രം അങ്ങനെയായിരിക്കുമെന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഇതൊന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് അതിൻ്റെ വിശകലനം നമുക്ക് നോക്കാം. അപ്പം കണ്ടു നോക്കാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ഉത്തരം നൽകുന്നില്ല. നിനക്ക് എത്ര രൂപയ്ക്ക് വേണ്ടിയാ? ഒരു 25,000 രൂപ കിട്ടും. എന്നാ നീ രാവിലെ ബൈക്കിലേക്ക് പോ. തൃപ്പൂണിത്തറ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ നിങ്ങളിപ്പോ എവിടെ പോവാ? ഞങ്ങള് ശംഖുമുഖത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. തണ്ടി പറഞ്ഞായിരുന്നു എവിടെ പോവാ? ഈ വണ്ടി തിരുവനന്തപുരത്ത് കൊല്ല നമ്മുടെ നാടല്ലേ. ഇതാണ് മമ്മൂട്ടി, ബോസന്റെ ഫ്രണ്ട്. ജനിക്കാണ് ഇവനെ പോലെ ജനിക്കണം. വായിൽ സ്വർണ്ണക്കരണ്ടിയായി. ഒറിജിനൽ കാശാറുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് കാശാറുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഏതാ ടീം? നേരത്തെ പറഞ്ഞ കൂട്ടുകാരൻ. എന്തത്? കൂട്ടുകാരാ. എനിക്കൊരാവശ്യം വന്ന ബോസന്റെ കൂടെ കറക്റ്റേക്ക് നിൽക്കുമോ? ഇതിൽ നിന്നെങ്കിലും ഒന്ന് ഉരുത്തില്ല. സ്വാജ, പണമൊന്നും അല്ലടാ എല്ലാം. നമ്മളൊന്നും കാണുന്നുമല്ല ഈ ലോകവും. പക്ഷെ നമ്മള് പതറരുത്. അഡിയോസ് അമീഗോ. എന്നാണ് അവകാണെന്ന് അപ്പോൾ ട്രെയിലർ കലക്കി അടിപൊളിയായിട്ടുണ്ട്. കണ്ടാലൊരു കോമഡി അഡ്വഞ്ചറസ് പടത്തിന്റെ ഫീലുണ്ട്. ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് മൂവി അതുപോലെ തന്നെയാണ് ആ പോസ്റ്റേഴ്സിൽ കാണുന്ന അതുപോലെയൊക്കെ തന്നെയാണ് കഥയ്ക്ക് വലിയ ആഴമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും ആസിഫ് അലിയുടെ കഥാപാത്രത്തിന് കുറച്ച് ആഴമുണ്ട്. പുറമേ കാണുന്നതിൽ ഇപ്പോൾ ട്രെയിലർ കണ്ടതിനേക്കാളും കുറച്ചുകൂടി ആഴമുണ്ട് എന്നുള്ളതാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിന്റെ രണ്ട് എക്സ്ട്രീമിലുള്ള രണ്ടാൾക്കാരാണ്. ഒരുത്തന്റെ കീശയിൽ 5 പൈസ ഇല്ല, സുരാജ് വെഞ്ഞാറമ്മൂട്. മറ്റൊരു വ്യക്തിയുടെ പോക്കറ്റിലാണെങ്കിൽ കാശേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു വ്യക്തി, രണ്ട് വ്യക്തികളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്ന ചില കോലാഹലങ്ങളാണ്. ഇതിനകത്ത് ഈ ആസിഫ് അലി തന്നെ പോക്കറ്റ് നിറയെ പണമുള്ള, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ആളെന്നുള്ള രീതിയിലാണ് ആസിഫ് അലീനെ അതിൽ ഒരു തേർഡ് പാർട്ടി വിശേഷിപ്പിക്കുന്നത്. അത് തന്നെയാണോ എന്നറിയില്ല. അപ്പം അങ്ങനെ ഒരു കഥാപാത്രമായിരിക്കാം. ഒരാളെന്തായാലും ഒരു ദരിദ്രവാസി കഥാപാത്രം സുരാജ് വെഞ്ഞാറമ്മൂട്, മറ്റൊരാള് സമ്പന്നനെന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആവശ്യത്തിനൊക്കെ അയാൾ എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഒക്കെ കാണിച്ച് കാശിട്ട് കളിക്കുന്ന ഒരു കഥാപാത്രം. അതുപോലൊരു കഥാപാത്രത്തിന്റെ വൈബാണ് ആസിഫ് അലിയിൽ നിന്ന് കിട്ടുന്നത്.
അപ്പോൾ അയാളെ കണ്ടുമുട്ടുമ്പോൾ സുരാജ് വെഞ്ഞാറമൂട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. അയാൾ കൂടെ നടന്ന് പല പല സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കോമഡിയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അത് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു അസംബിൾ സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട് കോമഡിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, സൗബിൻ സാഹിർ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ജാഫർ ഇടുക്കി ഉണ്ടോയെന്ന് അറിയില്ല, ശബ്ദം കേട്ട് ജാഫർ ഇടുക്കിയെ പോലെ തോന്നിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ. ഞാനത് ആളെ കണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാലും ജാഫർ ഇടുക്കി ഉണ്ടോയെന്ന് അങ്ങനെ ഒരു അസംബിൾ കോമഡി കാസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഒരു ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് ടൈപ്പ് ഓഫ് മൂവി. ബട്ട് അത് പറഞ്ഞു തീരുമ്പോൾ ഓരോ കഥാപാത്രങ്ങൾക്കും പറയാൻ അവരവരായിട്ടുള്ള കഥകളുണ്ടാകും. സുരാജിന് പറയാൻ സുരാജിൻ്റെ കഥകളുണ്ടാകും, ആസിഫ് അലിയുടെ കഥാപാത്രത്തിന് പറയാൻ അതിൻ്റെതായിട്ടുള്ള കഥകളുണ്ടാകും. അപ്പോൾ എല്ലാവരുടെ കഥാപാത്രങ്ങളും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പടമായിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്നിരുന്നാലും ടീം ഓഫ് അഡിയോസ് അമീഗോ, ഗുഡ് ലക്ക്. സംവിധായകൻ ആരാണ്, ഇതിക്ക് മുമ്പ് പടം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നഹാസ് എന്നാണ് ഞാൻ വായിച്ചത്, നഹാസ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രസ്റ്റീജിയസ് വെഞ്ചർ ആയിരിക്കും ഇത്. അത് നല്ല രീതിയിൽ അതിനൊരു ഫലം ഉണ്ടാകട്ടെ. ആസിഫ് അലിക്ക് ഒരു നല്ലൊരു ബ്രേക്ക് ആവട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഗുഡ് ലക്ക് ഫോർ ദ ടീം ഓഫ് അഡിയോസ് അമീഗോ ആൻഡ് ടേക്ക് കെയർ മൈ ഫ്രണ്ട്സ് ആൻഡ് ഫോളോവേഴ്സ് ആൻഡ് എവറിബഡി.